അയ്യോ, എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ തൊട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ്. ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഞാൻ മെന്റലാണെന്ന് വിചാരിക്കും. അങ്ങനെ വേണേലും വിചാരിക്കാം, കാരണം എല്ലാ മനുഷ്യർക്കും കുറച്ചൊക്കെ മെന്റലുണ്ട്. എനിക്ക് കുറച്ച് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മെന്റലിലൂടെ പറയാം. അയ്യോ, സോറി. ഇന്നത്തെ മെന്റലിലൂടെ അല്ല, ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നിക്കർ സുന മെമ്പർഷിപ്പ് ലൈവൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഹോ 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 ശരിക്കും കേട്ടപ്പോൾ രോമാഞ്ച കഞ്ചുകം തോന്നിപ്പോയി കേട്ടോ. ഇവർ വന്നിട്ട് എന്ത് കോപ്പ് കാണിക്കാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലുട്ടാപ്പി കുന്തത്തി കയറിയിരിക്കുന്ന അവസ്ഥ എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ലുട്ടാപ്പി കുന്തത്തി കയറിയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും കാണിക്കാവുന്നതിൻ്റെ മാക്സിമം അവർ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാഫിച്ചുഴി ആയാലും, ഇപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ ഈ പറയുന്ന കണക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. കുറേ സ്പോഞ്ചൊക്കെ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. ഇഡലിയോ സ്പോഞ്ചോ ഒക്കെയാണ്. അതും കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുവാ, ഒരു ഉണ്ണിയപ്പൊങ്കിലും ഉണ്ടാവുമോ അറിയില്ല കേട്ടോ. എന്തുവാന്നൊന്നും അറിയില്ല. പക്ഷെ എന്തൊക്കെയോ കാണിക്കണം എന്നുണ്ട് പുള്ളിക്കാരത്തേക്ക്. എന്തായാലും ഞാൻ ഭാവനയിൽ കാണുമായിരുന്നു. ശരിക്കും നമ്മുടെ ലുട്ടാപ്പി ഉണ്ടല്ലോ, പണ്ടത്തെ ബാലരമയിലെ ലുട്ടാപ്പി, ആ ഒരു കുന്തത്തിൽ കയറിയിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതുപോലെ ഫീൽ ചെയ്യാണ് കേട്ടോ. ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിയുടെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ അടിപൊളിയായിട്ട് കാത്തുകെട്ടി ഇരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നേ ഒരു വട്ടമെങ്കിലും എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ വന്നിട്ട് വീഡിയോസൊക്കെ ഇടുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇടുക. അപ്പോൾ എന്തായാലും കാണിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലൊക്കെ പുള്ളിക്കാരത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ. അപ്പോൾ അതായത് ഇതേ കണ്ടില്ലേ, അപ്പോൾ അത്യാവശ്യം വടയൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. മാക്സിമം എത്രത്തോളം വട കാണിക്കണോ അത്രത്തോളം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ ഇനി എന്താണ് ഇതിനേക്കാൾ കൂടുതലായിട്ട് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇടയ്ക്ക് വെച്ച്, ഇതൊക്കെ കണ്ടല്ലേ, ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ട് മടുത്ത സംഭവങ്ങളായിരിക്കും. കണ്ടില്ലേ. സത്യത്തിൽ ഇവരെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ പല ആളുകളും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള ആളുകളൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലേ, ഇവർ കാണിക്കുമ്പോൾ മാത്രമാണോ പ്രശ്നം എന്നൊക്കെ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ സിനിമയിലൊക്കെ നടന്മാർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ശരിക്കും അവരോടത്തൊക്കെ എന്താ പറയുക, സിനിമ വേറെ, ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്തുവാണ്. എല്ലായിടത്തും പോയി ഈ ഞെക്കിപ്പിടിയും കുത്തിപ്പിടിയും മാത്രമേ ഉള്ളൂ. മര്യാദയ്ക്കൊരെണ്ണം ഇല്ല എന്നാണ്. കണ്ടില്ലേ, ഇതൊക്കെ അറിയാവൂ. എന്തൊക്കെ പറഞ്ഞാലും ഈ പെങ്കൊച്ചിന് ഇതൊക്കെ മാത്രമേ അറിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ തിരിഞ്ഞാലും കുത്തിപ്പിടിയും ഞെക്കിപ്പിടിയും മാത്രം. കണ്ടില്ലേ. ശരിക്കും ഇവരുടെ അഭിനയത്തെക്കാൾ, അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയില്ല, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അഭിനയം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ കൂടുതൽ വിവാദങ്ങളിൽ പെടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ കാണുന്നതാണ് സിനിമ, സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ വഴി. പക്ഷെ അതിലൊക്കെ അഭിനയം കഴിഞ്ഞ് അവരവരുടെ പാട് നോക്കും. ഇതുപോലെയൊന്നും കുത്തിയിരുന്ന് കാണിക്കത്തില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇവർ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകുന്നത്. ശരിക്കും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്തതിന് ശേഷം, അതായത് ഇതിന്റെ RJ ലച്ചു പറഞ്ഞൊരു സംഭവമാണ്. അവർ പറയാതെ തന്നെ പിന്നീട് ഇവർ എടുത്തത് മുഴുവൻ, റീൽസ് മുഴുവനും എടുത്തത് ഇവരുടെ ഇഷ്ടത്തിലാണ് എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ പെണ്ണുമ്പിള്ളയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആരെയെങ്കിലുമൊക്കെ താങ്ങാതെ ഇവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇവരൊക്കെ ഒരു വലിയ തൂണില്ലാണ്ട് പറ്റത്തില്ല. ഇവരുടെ അഭിനയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അഭിനയ സിംബമാണ് കേട്ടോ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് പറയുന്ന ആളുകളുണ്ട്, നീ പോയി അഭിനയിച്ച് കാണിക്കടി, നിന്നെക്കൊണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പൊട്ടോടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റൂലടേ. നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പറ്റാത്ത പണിക്ക് നിൽക്കാത്തത്. പറ്റാത്ത ഇതുകൊണ്ട് തന്നെയാണ് പറ്റാത്ത പണിക്ക് നിൽക്കാത്തത്. അപ്പോ അവരവരെ കൊണ്ട് പറ്റാത്ത പണിക്ക് നിൽക്കാതിരുന്നൂടെ. കണ്ടില്ലേ. ശെന്റമ്മോ, ഹോ ഭയങ്കരം. ഇതുപോലെയുണ്ട്, കുറേ ഉണ്ട്. കണ്ടില്ലേ. പാവം കൊച്ചടേ, പാവം കൊച്ച് ജീവിച്ച് പോട്ടടേ. നീ കൊടുക്കോടേ, നിങ്ങൾ കൊടുക്കോ. ഇത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കൊടുക്കോടേ. നിങ്ങളൊരു ആരെങ്കിലും ഉണ്ടാ കൊടുക്കാനായിട്ട്? ഇല്ലല്ലേ, ആരെങ്കിലും കൊടുക്കാനില്ല, മിണ്ടാരിയുടെ എന്നൊക്കെ ആയിരിക്കും ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു പോകൂലടേ. നോക്ക്, കണ്ട എങ്ങനെ ഇരിക്കുന്നു.
എന്റെ പൊന്നുമോളെ, ആ വട കാണാത്തവരായിട്ട് ഇനി ആരാണ്? നീ ആ ആട്ടുകല്ല് കണക്കത്തെ വട കൊണ്ടുവന്ന് എല്ലാവരും കാണിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? നമ്മളൊക്കെ കണ്ട് 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 മടുത്തടാ. ഇനി നീ മെമ്പർഷിപ്പിലേക്ക് ഓടുകയല്ലേ? ഇനി എന്തൊരു തേങ്ങ അവിടെ കാണിക്കാനായിട്ടുള്ളത്? ഈ ഒരു വടയാണെങ്കിൽ കണ്ടു കണ്ട് മടുത്തു. നമ്മൾ കാണുന്നതാണ് നമ്മുടെ നിഷാനയുടേതായാലും അതുപോലെ നിമിഷ ബിജു ആയാലും അഞ്ജിത നായരായാലും ഇവരൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുന്ന ബ്രസ്റ്റിന്റെ പാർട്സ് ഒക്കെ പുറത്ത് കാണിച്ചിട്ടൊക്കെ ഇവർ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും വട കാണിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് ഒക്കെ കാണാൻ പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊന്ന് കാണാമല്ലോ എന്നുള്ളൊരു ത്വരയെങ്കിലും ഉണ്ടാവും. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ മാക്സിമം അതെല്ലാം കാണിച്ചു കഴിഞ്ഞു എന്നേ പറയാനുള്ളൂ. അതൊക്കെ മാക്സിമം കാണിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നീ എന്താ കാണിക്കാൻ പോണത്? ഇനി എന്ത് കോപ്പാ കാണിക്കാൻ പോകുന്നത്? പിന്നെ ക്ലീനേജ് കാണിക്കാന്ന് പറയും. പിന്നെ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്പോഞ്ച് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് അവിടെ. പിന്നെ എന്ത് തേങ്ങ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ കാണിക്കുന്നതിന് നിനക്കെന്താ നിങ്ങൾക്ക് എന്താന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് ശരിക്കും നമുക്ക് ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ശരിക്കും നിങ്ങൾ ഇവരെ പാവം കുട്ടി, പാവം കൊച്ച്, പാവം കുട്ടി, പാവം കൊച്ചെന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ ഇവരെ വിമർശിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് നീ കൊണ്ടു കൊടുക്കോ, നിങ്ങൾ കൊണ്ടു കൊടുക്കോ എന്നൊക്കെ ഇളകി എന്തൊരു കോഴിത്തരം. എൻ്റെ അമ്മോ, പൂവൻ കോഴിയും ദൂരെ ആയിരിക്കും കേട്ടോ. ഇത് എന്തുവാടെ ഇവന്റെ സുഖേട്. അപ്പൊ ഇങ്ങനെ കുറെ ടീംസുകളുണ്ട്, കുറെ ടീംസുകളുമായിട്ട്. പിന്നെ നമ്മുടെ പാവം കൊച്ചിനൊരു നിർബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ തുണി എടുത്തു കഴിഞ്ഞാലും വട വെളിയിലിരിക്കണം. വടയാണ് ഹൈലൈറ്റ്. ചായണം എവിടെയും പിടിച്ചെന്ന് നിൽക്കാൻ അവരെ കൊണ്ട് താനേ നിൽക്കാൻ പറ്റൂല. ഒരു സ്റ്റേ വേണം, ഇല്ലാതെ പറ്റൂല. സ്റ്റേ ഇല്ലാതെ പറ്റൂല. ഒരു താങ്ങ് കൊടുക്കണം. ഈ കണ്ടില്ലേ, താങ്ങ് വേണം. കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും ദേ സുധി ജീവിച്ചിരുന്നപ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് എത്ര നീറ്റായിട്ടാണ് പുള്ളിക്കാരത്തി സാരി ഉടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇത് സുധി ജീവിച്ചിരുന്നപ്പോൾ ഏളെ കുട്ടിയുടെ മറ്റോ ബർത്ത്ഡേയുടെ ഒരു സംഭവമാണ് കേട്ടോ, സെലിബ്രേഷനാണ്. നോക്കൂ, ഇതിനകത്ത് ഇവർ സാരി ഉടുത്തിരിക്കുന്നത് നോക്കൂ, എത്ര നീറ്റായിട്ടാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സക്കറിലെ സ്വാതന്ത്ര്യമായി. കണ്ടില്ലേ? എന്നിട്ടാണ് പറയുന്നത് എല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടം പോലെയാണ്, എല്ലാം ഞാൻ ചെയ്യുന്നത് എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാ. ചിന്തടി ഇതൊക്കെ സൂപ്പർ. നിക്കറ് വിധമാന്നൊന്നും പറഞ്ഞൂടാ. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന അമ്മായിമാർക്ക് അപ്പ തന്നെ കൂലി പൊട്ടും. പക്ഷെ ഇതൊക്കെ കണ്ടാ പറഞ്ഞൂലേ. കൊച്ചിയിൽ വരുമ്പോ നിൽക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങുന്നൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നേ ആളുകൾ അവിഹിതാക്കിയോ? അത് ഉറപ്പല്ലേ ആക്കും. ഞങ്ങളൊരു ഫ്ലാറ്റ് വൈറ്റിലെ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ട് പോകാൻ റൂം എടുത്തിട്ടില്ല. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ പോകും. പക്ഷേ ഞാൻ ഫ്ലാറ്റിലാണെന്നുള്ള കാര്യം ഇപ്പൊ ഫ്ലാറ്റിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ലടേ. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തുവാടെ ഇത്ര കീറുവിയടി? അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ വെജിറ്റേറിയൻ ആണ്, ബീഫ് കഴിക്കൂല, ചിക്കൻ കഴിക്കൂല, ഗ്രേവിയെ വേണ്ടു. കണ്ടില്ലേ? കാണിക്കാൻ പറ്റുന്നില്ല, വെട്ടടിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേടേ നിങ്ങളുടെ മെമ്പർഷിപ്പിൽ നിങ്ങൾ കാണിക്കുന്നത്? ഇത് കൂടുതൽ പിന്നെ എന്തിനാടേ കാണിക്കാനുള്ളത്? ഇതിനു വേണ്ടിയിട്ട് വെറുതെ പൈസ ചെലവാക്കുന്നത് എന്തിനാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ആളുകൾ പൈസ ചെലവാക്കുന്നത് എന്തിനാണ്? ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതില്ലേ എല്ലാവർക്കും? അല്ലെങ്കിൽ തന്നെ ഈ എല്ലും തോലിനകത്ത് എന്തൊരു ഇരിക്കുന്നത് കാണാനായിട്ട്? ആകെ മൊത്തം എല്ലും തോലുമാണ്. ഇത്തിരി വല്ല ചതയുണ്ടെങ്കിൽ വേണ്ടൂല. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോഴിക്കാലാണ്. ഇത് കണ്ടു കണ്ട് മടുത്ത്. ഇത് എത്ര കാലം തൊട്ടേ ഈ കോഴിക്കാല് കാണാൻ തുടങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് അതും ഇല്ല. പിന്നെന്തോന്നാ കാണുന്നത്? നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കട്ടെ. ഇവനെന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ അടി കിട്ടൂല കേട്ടോ. ഇവ എന്തായാലും ഈ പെൺപിള്ള എടുത്തിരിക്കുന്നെങ്കിലും കുറച്ച് താഴോട്ടിട്ട് എടുത്തിരിക്കുന്ന ബട്ടൺസ് ഭാഗത്തൊന്നും അവൻ തൊട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇവന് അടി കിട്ടൂല. നല്ല മാന്യമായ രീതിയിലാണ് ഇവളെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഗുഡ് മോനെ, ഗുഡ്.
അടിപൊളി. മെമ്പർഷിപ്പൊക്കെ കാണാനിരിക്കുന്ന ആളുകളാണെങ്കിൽ വെറുതെ പൈസ ചിലവാക്കണ്ട. ദേ ഇവർ തന്നെ മെമ്പർഷിപ്പ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയുടെ വരുന്നില്ലേ? കണ്ടോ വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ മിസ്റ്റേക്കാ. ജനാല തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് വെട്ടം അടിക്കുന്നു, കാണാൻ പറ്റുന്നില്ല. കണ്ടല്ലോ ഇപ്പൊ തൃപ്തി ആയിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഓ എന്തോ ഒരു ചിരി, എന്താ സന്തോഷം. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്താ കാണിക്കാനുള്ളത്? അതാ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വെട്ടം അടിക്കുന്നു എന്ന് തോന്നുന്നു, ശരിക്കും വ്യക്തമാവുന്നില്ല. അപ്പൊ ദേ ഇതാണ്. ഹോ ഭയങ്കരം. അപ്പൊ എന്തായാലും ഇവളിപ്പോ മെമ്പർഷിപ്പ് കൂടിക്കഴിഞ്ഞാലും ഇതിനേക്കാളും കൂടുതലായിട്ട് എന്തുവാടെ ഇവൾക്ക് പറയാനുള്ളത്? ഹോ ഭയങ്കരമായിട്ടുള്ളൊരു അഭിനയമുണ്ട്, കണ്ടാരും പേടിക്കരുത്. ഭയങ്കരം തന്നെ. ശബ്ദം കൂടെ വച്ചിരാം. നിർത്തിക്കോളം നിധി നടത്തും. പോലീസ് കണ്ടതാണ്. നിർത്തിക്കോളം നിധി നടത്തും. ശരിയാ, പോലീസിലേക്ക് ഒരുപാട് കണ്ടതാണ്. എവിടെ വെച്ചാ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ തന്നെ കുറ്റം പറയുന്നത്. നിനക്കൊന്നും നാണോ ഇല്ലേ? ഇല്ലേ ഈ അവസ്ഥ നിനക്കൊക്കെ വീട്ടിൽ വരാതിരിക്കട്ടെ. ഓ പിന്നെ നിനക്കൊക്കെ അറിയാം നിൽക്കുന്ന അവസ്ഥ. മനസ്സിലായോ? 10,000 അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവര് പറയുന്നത് നിനക്കൊക്കെ നാണോ ഇല്ലേടി, ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലേ മനസ്സിലാവൂ, വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയുന്നത്. എടെ പെണ്ണുമ്പിള്ളെ, നീ മാത്രമല്ല ഈ ലോകത്തിലെ ആദ്യത്തെ വിധവ എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോണത്. പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ആളുകൾക്ക് പിടിക്കത്തുമില്ല, നമ്മളെ പൂര തെറി വിളിക്കും. പറയാതിരുന്നാൽ നമുക്ക് ഇട്ട് ശ്വാസം മുട്ടി ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ 2 തെറി കേട്ടാലും പറയാനുള്ളത് അങ്ങ് പറയുന്നത്. എടെ പെണ്ണുമ്പിള്ളെ, ഞാൻ ചോദിക്കട്ടെ, ഇത് കുറച്ച് പഴയതാണ്, എന്നാലും ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ആദ്യത്തെ വിധവ നീയാണോ? ഇതിനു മുമ്പ് വിധവകളൊന്നും ലോകത്തുണ്ടായിട്ടില്ലേ? അപ്പൊ ബാക്കിയുള്ള ഈ അമ്മൂമ്മമാരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടോ? എന്തുവാടേ ഇത്? എൻ്റെ വല്യമ്മ വിധവയാണ്, ഓക്കെ. എൻ്റെ കുഞ്ഞമ്മമാര് വിധവകളാണ്, 2 പേരുണ്ട്. അവർ ജീവിക്കുന്നുണ്ട്. അവരിതുപോലെ ഗോഷ്ഠികളും കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നെഞ്ചത്ത് ഒട്ടിപ്പിടിച്ച് പന്തലിട്ട് കണക്ക് നിൽക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. അവരൊക്കെ നല്ല വൃത്തിയായിട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. മനസ്സിലായോ മോളെ? അധ്വാനിച്ചാണ് അവർ ജീവിക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന കണക്ക് ഏതെങ്കിലും ഒരു ചാഞ്ഞ മരം ഉണ്ടെങ്കിൽ ചാടിക്കയറാന്ന് പറഞ്ഞല്ല നിൽക്കുന്നത്. ഇപ്പൊ എൻ്റെ അമ്മയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് വയസ്സ് 67 ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഇന്നും അന്തസ്സായിട്ട് തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിക്കുന്നത്. ഇതിൽ അവർക്ക് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അതിൽ ഒരു മാന്യത കുറവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമ്മളെ മക്കളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, നമ്മളതിൽ ഉണ്ടെങ്കിൽ കൊടുക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇരട്ടി ഇങ്ങോട്ട് തരാറുണ്ട്, ഇങ്ങോട്ട് തന്ന് സഹായിക്കാറുണ്ട് നമ്മളെ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ, തായി എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്ന് തലയ്ക്ക് മീതെ ചൊരിഞ്ഞ് തരത്തില്ല. മനസ്സിലായില്ലേ? നീ കാണിക്കുന്ന കോപ്രായങ്ങളും ഗോഷ്ഠികളും കണ്ടു കഴിഞ്ഞാൽ ആരാ കുറ്റം പറയാതിരിക്കുന്നത്? നിന്റെ അപ്പനും അമ്മയും പറയില്ലായിരിക്കും. കാരണം വിയർപ്പ് പൊടിയാതെ നല്ല വൃത്തിയായിട്ട് ചവയ്ക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറ്റം പറയില്ല. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നാൽ ചവയ്ക്കാൻ പറ്റുമോ? നല്ല വൃത്തിയായിട്ട് വെയിൽ കൊണ്ട് കാർക്കും തൊഴിലുറപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ. എന്നാ ചോദിക്കും, നീ പൊടിയെന്ന് എൻ്റെ കൂടെ ചോദിക്കും ഈ കേൾക്കുന്ന ആളുകൾ. ഞാനും പോയിട്ടുണ്ടോ?
ഞാനും തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്. തൊഴിലുറപ്പിന് പോയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതിലൊരു അപമാനവും ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെതാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൽ പോയി എന്ന് പറയുന്നതിന് എന്തിനാ അപമാനം? എന്നാ ചോദിക്കും, ഇപ്പം നിങ്ങൾക്ക് പൊയ്ക്കൂടെയെന്ന്. ഇപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല. അത് ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല, അതൊന്നും ഒരു വിഷയമേ അല്ല. ഹെൽത്ത് ഇഷ്യൂസ്, അതുകൊണ്ടാണ് പോവാത്തത്. ഞാൻ തൊഴിലുറപ്പിന് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിടില്ല, തൊഴിലുറപ്പിനൊന്നും വിടില്ല പുള്ളിക്കാരെ, പോണ്ടാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കുടുംബശ്രീയുടെ സെക്രട്ടറി ഞാനാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, ഏട്ടാ അങ്ങനെയല്ല, ഇതുപോലെ ഈ കുടുംബശ്രീയിലൊക്കെ സെക്രട്ടറി ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ്, തൊഴിലുറപ്പിന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോവാതിരിക്കുന്നത് കുറ്റമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ആ സമയത്ത് ഗൾഫിലിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അതുള്ളതായിരിക്കുന്നു. പക്ഷെ കൊതി കൊണ്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ തൊഴിലുറപ്പിന് പക്ഷേ എല്ലാ ദിവസമൊന്നും ജോലിക്ക് പോകത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ എല്ലാവരും പോകുമ്പോൾ പോവും. ഇഷ്ടമാണ് പോവാൻ. എല്ലാവരുടെയും മിണ്ടിയും പറഞ്ഞു ഇരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ തൊഴിലുറപ്പിന് പോയതുകൊണ്ട് നന്നായിട്ട് മുറ്റം ചെത്തിപ്പറിക്കാൻ പഠിച്ചു. പോച്ച ചെത്താനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് അറിയാം കേട്ടോ. പോച്ച ചെത്താൻ പഠിച്ചു, മരത്തടിക്ക് തടം എടുക്കാൻ പഠിച്ചു, തെങ്ങിൻ്റെ മൂട്ടിൽ തടം എടുക്കാൻ പഠിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതിൽ എന്നും ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു അപമാനവും എനിക്ക് ഈ സമയം വരെയും തോന്നിയിട്ടില്ല, തോന്നേയില്ല. റെസ്പെക്റ്റാണ് എനിക്ക് അങ്ങനെ ജോലി ചെയ്യുന്ന ചേച്ചിമാരോടൊക്കെ. അല്ലാതെ നിന്നെ പോലെ ആരുടെയെങ്കിലും നെഞ്ചത്ത് പന്തലിടാൻ കയറാനല്ല നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ പോകാൻ പറ്റാത്തത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. എൻ്റെ ബോഡി മൊത്തം നീരാണ്, പല പല അസുഖങ്ങളുണ്ട്, അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ്. ഇനി എന്തൊക്കെയാണ് അസുഖങ്ങൾ, എങ്ങനെയൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ടും ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ പല സുഹൃത്തുക്കളോടും. അപ്പോൾ ഇനി അതേക്കുറിച്ച് എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചാഞ്ഞ മരത്തിൽ ഓടിക്കയറാനായിട്ട് നിൽക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയം വന്നാലേ അറിയൂ, ഞാനൊരു വിധവയായതുകൊണ്ട് ആ വിധവ കാർഡൊന്നും നീ ഇങ്ങോട്ട് ഇറക്കണ്ട, നിനക്ക് അതിനുള്ളൊരു യോഗ്യതയില്ല രേണു. ഒരു യോഗ്യതയില്ല വിധവ കാർഡ് ഇറക്കാനുള്ള. എന്തിനാ അങ്ങനെ വിധവ കാർഡ് എടുക്കുന്നത്? എന്ത് കോപ്പാ എടുക്കുന്നത്? വിധവകളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്? വിധവകളെല്ലാം നിന്നെ പോലെയാണോ ജീവിക്കുന്നത്? നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? ഇതാണ്. എന്താ അവന് കൈയില്ലേ അവൻ്റെ വായിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കാനായിട്ട്? അവൻ്റെ കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇവന്മാർക്കൊക്കെ വായിൽ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കുന്ന നിനക്ക് നിന്റെ വീട്ടിലൊരു കൊച്ചു കുഞ്ഞില്ലേ? നീ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ദാസപ്പൻ കണ്ണാപ്പി ഇപ്പൊ കണ്ണാപ്പി കളിച്ച് നടക്കുക കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര കണ്ണാപ്പിയായിട്ട് കിടക്കാണ്. പുള്ളിക്കാരൻ എന്തോ സംഭവം എന്ന് പറഞ്ഞായിരിക്കുന്നത്. എന്തുവാടേ ഇതൊക്കെ? വിധവയാണ്, വിധവാ കാർഡ് ഇറക്കുന്ന വിധവയാണ്. ഇതൊക്കെയാണ് ഇവളൊക്കെ കാണിക്കുന്നത്. ഈ പോക്കൃത്തരങ്ങളൊക്കെ കാണിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാത്തവരെയാണ് ഇവളൊക്കെ താറടിക്കുന്നത്. ഇത് കണ്ട ഒരു വിധവ. ഇതൊക്കെയാണോ ഇടേ വിധവ? ഇടേ കലാഭവൻമണി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. നിന്റെ സുധിച്ചേട്ടൻ എന്ന് നീ നാടിയേക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. ആ ഒരു വ്യക്തിയെ ജീവിച്ചിരുന്നതിനേക്കാൾ ഏറെ ഫേമസ് ആക്കിയത് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ തന്നെയാണ്. നീയും ലക്ഷ്മി നക്ഷത്രം എന്ന് പറഞ്ഞ ആ പെണ്ണിനെ എൻ്റെ കൈ കിട്ടിട്ട് പെണ്ണിനെ 2 പൊട്ടിക്കുന്നുണ്ട്. ആ പെണ്ണാണ് നിന്നെ ഇത്രയധികം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നിന്നെയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് തന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, എന്തുവാടെ പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നുപോയി. അൾഷിമേഷ്യസ് തുടങ്ങിയ. അപ്പോൾ എന്തായാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെണ്ണും നീയും കൂടെ ചേർന്നിട്ട് പറഞ്ഞാണ് ഈ സുധി എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ അന്നും ഇന്നും എന്നും പറയുന്നത്, അത്രയും വലിയ കലാകാരനൊന്നും ആയിരുന്നില്ല. സുധിയേക്കാളും പെർഫെക്റ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് ഫ്ലവേഴ്സ് ടിവിയിൽ, അല്ലാതെ ഉണ്ട് ഏഷ്യാനെറ്റ് കോമഡിയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പിന്നെ ആ ഒരു പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത്രയും ഫേമസ് ആയതും. മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത്രയധികം തെറിവിളി കേട്ടതും ആ ഒരു പാവ മനുഷ്യനാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതേസമയം ആ മണിച്ചേട്ടനെ പറ്റി ഓർമ്മിക്കുമ്പോൾ ഇന്നും ഹൃദയത്തിലൊരു നീറ്റലില്ലാതെ നമുക്ക് ആർക്കും ഓർക്കാൻ സാധിക്കില്ല. ആ ഒരു മനുഷ്യന്റെ ഭാര്യയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇപ്പൊ മരണപ്പെട്ടു പോയ നവാസിക്ക, അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റിലീസായ സിനിമ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രകമ്പനം, അവിടെ ഓരോരുത്തർ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ പതറി കരയുന്നത് നമ്മൾ കണ്ടതാണ്. നെഞ്ചു പൊട്ടി. അതാ സ്ത്രീ, അതാണ് ഭാര്യ. അല്ലാതെ നിന്നെ പോലെ ഇതുപോലെ വടയും കാണിച്ച് മുലയും കാണിച്ച് ഏതൊക്കെ ചാഞ്ഞ മരമുണ്ടോ അവിടെയെല്ലാം പറ്റിപ്പിടിച്ച് കയറാനായിട്ട് ഇത്തിൽ കണ്ണിയെ കണക്ക് നിൽക്കുകയല്ല ആരും.
ഇവൾക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ കാണിച്ചാലും വയറ് കാണിക്കണം. കണ്ടില്ലേ, ആ വയറ് പിടിച്ച് അങ്ങോട്ട് വെക്കുകയാണ്. ആ പുക്കിള് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി പെടുന്ന ഒരു പാട് കണ്ടില്ലേ, നോക്ക്. അതായത് അത് ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ വയറ് കാണത്തില്ല, പക്ഷെ അങ്ങോട്ട് ഒതുക്കിയാലേ ഈ ഒരു സാധനത്തിന് കാണിക്കാൻ പറ്റും. അതാണ് ഇവളുടെ കയ്യിലിരിപ്പ് മൊത്തം. ഇവളുടെ കയ്യിലിരിപ്പിന് ജനങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നവർ വെറും പന്നകളാവും. അതാണ് സംഭവിക്കുന്നത്. എന്ത് നല്ല അഭിനയം. കോപ്രായങ്ങളൊക്കെ ഒരു പരിധിവരെ മാത്രമേ, അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, ഈ നെഗറ്റിവിറ്റിയിലൂടെ ഫേമസ് ആവാൻ നോക്കിയാൽ അതിനധികം ആയുസൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് നാൾ എല്ലാവരും തോളിൽ വെച്ചുകൊണ്ട് കിടക്കും, കുറച്ച് കഴിയുമ്പം അതേപോലെ തറയിൽ പെടാന്ന് പറഞ്ഞിടും. അതാണിപ്പോൾ ഇവളുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ മെമ്പർഷിപ്പിനെയൊക്കെ ഫെയിം തേടാം, അത്രേ നടക്കൂ. അപ്പം എന്തായാലും ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഇതാണ് ദാസപ്പൻ കണ്ണാപ്പി ആയിട്ടുള്ള ആദ്യത്തെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു റീൽസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തൂടെ കയറി പറ്റിയതാണ് പുള്ളിക്കാരത്തി, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാലോ. പക്ഷെ ഈ ഒരു റീൽസിന് നമ്മളെല്ലാവരും നെഗറ്റീവ് കൊടുക്കാതെ തന്നെ ആ പോട്ടെ നന്നായിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചാഞ്ഞ മരത്തിൽ ഓടിക്കയറുന്ന പരിപാടികളാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടില്ലേ, നാഴികയ്ക്ക് 40 വട്ടം പറയാം എൻ്റെ ഗുണുച്ചേട്ടൻ എന്ന്. എന്നിട്ട് ആ ഒരു മനുഷ്യനോട് കാണിക്കുന്ന വല്ല നീതിയുണ്ടോ ഈ ഒരു സ്ത്രീക്ക്? ഇതൊക്കെ പറയുമ്പോൾ ആഹാ കണ്ട് ഈ ഒരു പെണ്ണിനെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റൂല. കാരണം ഇവൾ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവളുടെ അമ്മൂമ്മേരെ ഓരോരോ ബീജിയം. എന്തായാലും ഇനി ഇത് കൂടുതലായിട്ട് എന്താ പറയാ, ഒന്നുമില്ല പറയാനായിട്ട്. പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും ഒക്കെ ഇത് കൂടുതലായിട്ട് എന്തുവാ പറയുക. എന്തായാലും നമ്മുടെ കണ്ണാപ്പിയുടെ ഉള്ള ഒരു കണ്ണാപ്പി കളിയും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അടിപൊളി. പിന്നെ ഷാരൂഖ് ഖാൻ അല്ലേ എടുത്തു പൊക്കാൻ. എവിടെ തിരിഞ്ഞാലും ഇവളെ എടുത്തു പൊക്കാത്ത മനുഷ്യരില്ല. എവിടെ തിരിഞ്ഞാലും ഇതിനു വേണ്ടി എല്ലാവർക്കും എടുത്തു പൊക്കാൻ വേണ്ടിയിട്ട് എന്തുവാടേ. കണ്ടില്ലേ എത്ര സന്തോഷമായിട്ടുള്ള ലൈഫ്. ആ ഒരു മനുഷ്യൻ, ആ ഒരു കുടുംബത്തിന്റെ നെടും തൂണായിട്ടുള്ള ആ ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു ഇതൊക്കെ ഉണ്ടായത്. നേരെ മറിച്ച് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ വടയും കാണിക്കില്ലായിരുന്നു, ഒന്നും കാണിക്കത്തില്ലായിരുന്നു. അടിപൊളി 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 അടിപൊളി. സൂപ്പർ മോളെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇനിയിപ്പോൾ മെമ്പർഷിപ്പിൽ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കാം കേട്ടോ. മെമ്പർഷിപ്പിലാകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇവരുടെ മെമ്പർഷിപ്പ് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ക്ലിപ്പൊക്കെ പറ്റുമെങ്കിൽ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളും കൂടെയൊക്കെ കാണാം. അത്രയേ ഉള്ളൂ. എന്തായാലും പണം ചിലവാക്കി കാണാനായിട്ട് വട്ടില്ല. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശരീരത്തിൽ എന്താണ് എങ്ങനെയാണെന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് പോയി ഉണക്ക ചുള്ളിക്കമ്പ് കണ്ടിട്ട് എന്ത് പ്രയോജനം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകൾ കുറേയായി. വീഡിയോയ്ക്ക് ഒരുപാട് ലെന്ത് കൂടിപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ മെമ്പർഷിപ്പൊക്കെ തുടങ്ങിയതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും പോവുക. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ നിക്കർസിനെ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടറടിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടത്തിലൊന്നുമില്ല. കാരണം നമുക്കറിയാം സ്പോഞ്ചാണെന്നറിയാം. ആ സ്പോഞ്ചിൻ്റെ മാക്സിമം എത്രത്തോളം കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ചു കഴിഞ്ഞു. വടയും കാണിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി ഇതിന് കൂടുതലായിട്ട് ഇനി സ്പോഞ്ചിൻ്റെ സെൻറ്ററിൽ ഇനി സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരുമെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.